എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിർമ്മല സിറ്റി വ്യൂ പോയിന്റിലാണ്. അപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ നല്ല മഴയും കോടയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ കാണിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. രാവിലെ പ്രതീക്ഷിച്ച കാര്യം തന്നെ നടന്നിട്ടുണ്ട്. ഇന്നലെ വരാന്ന് പറഞ്ഞാൽ പറ്റിച്ചോളും. കല്യാണത്തണ്ട് മലയുടെ മുകളിൽ വന്നു കഴിയുമ്പോൾ ഒരു കുരിശുണ്ട്. അത് കട്ടപ്പന പള്ളിയുടെ കുരിശുമലയാണ്. നമ്മുടെ ദാസപ്പൻ നമ്മുടെ ചേട്ടൻ്റെ സ്വന്തം സാരഥിയാണ്. നമ്മളിപ്പോൾ കട്ടപ്പന ടൗണിലാണേ ഉള്ളത്. നമ്മൾ വൈകിട്ടോടെ ഇവിടെ എത്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ നമ്മുടെ തങ്കമണിയുടെയൊക്കെ വീഡിയോ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കട്ടപ്പന എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ കട്ടപ്പന ടൗണിലെ പകർത്തിയതാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് കട്ടപ്പനയിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരെ ഇപ്പം 6:30 അപ്പോൾ ഇന്നലെ നമ്മൾ വന്നിട്ട് രാത്രിയോടെയാണ് കട്ടപ്പന എത്തിയത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് റൂം എടുക്കേണ്ടി വന്നു. റൂം എടുത്തിട്ട് നമ്മളിപ്പോൾ രാവിലെ കല്യാണത്തണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇച്ചിരി നേരത്തെ എണ്ണീക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ഉറങ്ങിപ്പോയി. അപ്പോൾ 6:30 അപ്പോൾ നമുക്കിനി കല്യാണത്തണ്ടിലേക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഞാനിവിടെ കാരായിൽ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് മുറിയെടുത്തത്. അത്യാവശ്യം തരക്കേടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആകെ ഒരു സന്തോഷം, 500 രൂപയേ ഉള്ളൂ റൂം ചാർജ്. അപ്പോൾ 500 രൂപയ്ക്ക് ഇത്രയും സൗകര്യമൊക്കെ നമുക്ക് ധാരാളം. പിന്നെ ഒരു പ്രശ്നം, വണ്ടിക്ക് പാർക്കിങ്ങിന് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കട്ടപ്പന രാവിലെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എടുപ്പ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം മഴയുണ്ടായിരുന്നു രാത്രിയിൽ. ഇപ്പം നമ്മൾ ഇടുക്കി കവലയിലാണേ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോകണം. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വരുമ്പം ഇവിടെ നിന്ന് റൈറ്റാണ് തിരിയേണ്ടത്. ഞാൻ അപ്പുറത്ത് പോയിട്ട് പമ്പിൽ പോയിട്ട് അവിടെ പെട്രോൾ അടിച്ചു. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചിങ്ങനെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് കോളേജ് റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു, അതായത് ഈ റോഡിൽ കൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ലെഫ്റ്റ് കാണിക്കും. അതിലേക്കാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ഇറങ്ങി നമുക്ക് നേരെ സുവർണ്ണഗിരി ചെല്ലണം. സുവർണ്ണഗിരിയിൽ നിന്ന് നമുക്ക് റൈറ്റ് കുറച്ച് ദൂരമാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറുവാണ്. ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് 6:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ അത്ര നമുക്ക് വെട്ടം കാണില്ല, അത്യാവശ്യം ഡാർക്കാണ്. അപ്പോൾ ഈ മഴ ചെറുതായിട്ട് പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് റോഡിൻ്റെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല, അതെന്തായാലും ബോറാവും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളയാങ്കുടി റോഡിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കുത്തനെ ഒരു കയറ്റമാണെന്നാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ല കോടയും മഴയുമായി നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒട്ടും വിസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. രാവിലെ പ്രതീക്ഷിച്ച കാര്യം തന്നെ നടന്നിട്ടുണ്ട്. എന്തായാലും മഴ പെയ്തു. ഞാനിപ്പോൾ എന്ത് ഇവിടെ ഒരു സ്ഥലത്ത് കയറി നിൽക്കുവാണ്. നമ്മളിപ്പോൾ വീണ്ടും ഇടുക്കി കവല നിൽക്കുവാണേ. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, വിനോദ് ചേട്ടൻ എന്നാണ് പേര്. അദ്ദേഹം കൂടി ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും കൂടെ കണ്ടിട്ട് വേണം നോക്കിയാൽ ബാക്കിയുള്ള യാത്രകൾ തുടരാൻ വേണ്ടിയിട്ട്. ഓണം അടിപൊളിയായിരുന്നു. നമ്മുടെ വിനോദ് ചേട്ടനെ വിളിച്ച് കണ്ടിട്ടുണ്ട്. വിനോദ് ചേട്ടനെ നമ്മൾ ഇന്നലെ വിളിക്കും. ഇന്നലെ വരാമെന്ന് പറഞ്ഞാൽ പറ്റിച്ചോളഞ്ഞു. ഇല്ല, വർക്ക് എന്നോട് പറഞ്ഞ് രാത്രി വരാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വിനോദ് ചേട്ടൻ പറ്റിച്ചോളഞ്ഞു. അപ്പോൾ നമ്മുടെ വിനോദ് ചേട്ടനെ ഇവിടെ, ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് വിനോ ഇടുക്കി വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടുക്കിയിലെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ചേട്ടൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനതിൽ നമ്മുടെ ലിങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേട്ടൻ്റെ ചാനലിൻ്റെ ലിങ്കും കൂടെ നൽകിയേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നല്ല അടിപൊളി വീഡിയോസാണ്. പുള്ളി ഇതിനു വേണ്ടി മെനക്കെട്ട് ഇരിക്കുന്ന ഒരാളാണ്. എവിടെയൊക്കെ വലിഞ്ഞ് കയറുമ്പോൾ അവിടെ എല്ലാം കയറി വീഡിയോ എടുക്കും. അപ്പോൾ വിനോചേട്ടനും കൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക.
അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷനായി കാണും. കാരണം നമ്മൾ ഇടുക്കി കവല കാണിച്ചു, പിന്നീട് നമ്മൾ വെള്ളയാംകുടി കല്യാണത്തിന് പോകുന്ന റൂട്ട് കാണിച്ചു, നമ്മൾ പിന്നെയും വീണ്ടും ഇടുക്കി കവല കാണിച്ചു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പോയ വഴിക്ക് ഒരു തരത്തിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല മഞ്ഞായിരുന്നു, മഴയായിരുന്നു. ഞാൻ അവിടെ അമ്പലത്തിന് ഏകദേശം അടുത്ത് വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ പറഞ്ഞ സമയം 6:30 6:45 അതുകൊണ്ട് 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമുക്ക് കട്ടപ്പന ടൗണിൽ നിന്ന് നമ്മുടെ ഈ ഒരു കല്യാണത്തണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നീട് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് ഒരു ഉച്ചയാകുമ്പം വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. പോയിട്ട് ഞാൻ ഇവിടുന്ന് നേരെ നമ്മുടെ അഞ്ചുരുളി ടണലിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു, അതുപോലെ തന്നെ അഞ്ചുരുളി മുനമ്പിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ ആ 2 വീഡിയോയും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇടുക്കി കവലയിൽ വന്നു. ആ സമയത്താണ് വിനോദ് ചേട്ടനെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്കാണ്. ആദ്യം വന്ന ആ സ്ഥലത്തൂടെ തന്നെ വീണ്ടും നമ്മളതിൻ്റെ ബാക്കി യാത്രയായിട്ട് നമ്മൾ കല്യാണത്തണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുവാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ആദ്യമായിരിക്കും, അതായത് നമ്മുടെ ഇടുക്കി അഞ്ചുരുളി ടണലിൻ്റെയും മുനമ്പിനെ വീഡിയോ ഇതിന് ശേഷമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വിനോദ് ചേട്ടൻ അല്ലാതെ നമ്മുടെ ഒരു ബിനു ചേട്ടനും കൂടെ ഉണ്ട്. നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ചേട്ടന് റൈഡർ പ്രേമി എന്നൊരു ചാനലുണ്ട്. ചേട്ടൻ മുമ്പിൽ ബുള്ളറ്റിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരെ നമ്മുടെ വാഹനങ്ങൾ എത്താൻ സാധിക്കും. ബൈക്കൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റാമെങ്കിലും ഇവിടെ വെക്കുന്നതായിരിക്കും സേഫ്. നമ്മുടെ മൈക്ക് ചെറുതായിട്ടൊന്ന് ചതിച്ചുകൊണ്ട് നമ്മുടെ ഓഡിയോസ് ഒന്നും ലഭ്യമല്ല. അപ്പോൾ ഞാനും നമ്മുടെ റൈഡർ പ്രേമി ബിനിച്ചേട്ടനും കൂടെയുള്ള കുറച്ച് സംഭാഷണങ്ങളുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നഷ്ടമായി. എങ്കിലും അത് കുഴപ്പമില്ല. നിങ്ങൾ ചേട്ടൻ്റെ ചാനലും കൂടെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ കൈലാസനാഥ ക്ഷേത്രത്തിലെ ചില പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് 20 വർഷമായി. ഇവിടെ വരുന്നത് ആ ഭാഗം കട്ടപ്പന ഇടും അല്ലേ? ചേട്ടൻ അവിടെ നിന്നുകൊണ്ടത് നാഗരാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തകർക്കുവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യും. അതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. ശബരിമല പോയിട്ട് അടിപൊളി വീഡിയോ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത മനുഷ്യനാണ്. ഇപ്പം നമ്മുടെ ഈ കല്യാണത്തണ്ട് മലയുടെ മുകളിൽ വന്നു കഴിയുമ്പോൾ ഒരു കുരിശുകൊണ്ട്, അത് കട്ടപ്പന പള്ളിയുടെ കുരിശുമലയാണ്. ഒന്ന് കല്യാണത്തണ്ട് ക്ഷേത്രവും. ഇത് കൂടാതെ ആ കാരണം ജണ്ടയ്ക്കപ്പുറം പ്രൈവറ്റ് പ്രോപ്പർട്ടികളും ഇങ്ങോട്ട് സർക്കാർ പ്രോപ്പർട്ടികളുമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് കേരള വനംവകുപ്പ് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതിങ്ങനെ ഇങ്ങനെ ഈ ഭാഗമെല്ലാം കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഒരു അന്തരീക്ഷം അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇത്രയും സൂം ചെയ്തിട്ട് കിട്ടാത്തത്. അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. അങ്ങ് മലയിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അത്ര ഒരു ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മല അഞ്ചുരുളി, ഈ ഒരു മലയെന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ്. അപ്പോൾ ഇത് തുറന്നായിരുന്നു നമ്മൾ മുമ്പേ കണ്ടിരുന്ന ആ ഒരു ടണൽ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ക്ലിയർ അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജലാശയത്തിൻ്റെ ഭാഗങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ 2300 അടി ഉയരമുണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റാണുള്ളത്. അപ്പം നമ്മുടെ ഈ അഞ്ചുരുളി ടണൽ ഏതാണ്ട് 5 കിലോമീറ്ററോളം വരുന്ന ഈ ഒരു ടണൽ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പോയേക്കുന്നത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ചിരിക്കുക, പണ്ടല്ല പല ആൾക്കാരെയും വിശ്വാസം ഇത് ബ്രിട്ടീഷുകാർക്ക് നിർമ്മിച്ചതാണെന്നാണ്. പക്ഷേ ബ്രിട്ടീഷുകാരല്ല, അത് KSEBിയുടെ ഭാഗമായിട്ട് അന്ന് നിർമ്മിച്ചതാണ്. അത് ഇരട്ടയാറിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു 2 കിലോമീറ്ററും പിന്നീട് ഈ പറയുന്ന നമ്മുടെ അഞ്ചുരുളി ടണലിൻ്റെ ഭാഗത്ത് നിന്ന് 3 കിലോമീറ്ററും കൂടെ അങ്ങനെ ആണിത് നിർമ്മിച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു വ്യൂ ആണ്. ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല വ്യൂ കിട്ടുമെന്നാണ്. നമ്മുടെ വിനോദ് ചേട്ടൻ അവിടെ കുറേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നിർബന്ധിച്ച് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടുമേ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് 2 വീഡിയോ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പോൾ കാർമേഘം മൂടിയിരിക്കുകയാണ്. അത്യാവശ്യം ടൗണിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അത് കാരണം നമുക്ക് ഇങ്ങനെ ഇത് കിട്ടത്തുള്ളൂ. ഇവിടെ തകർപ്പൻ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഫ്രെയിമിനെ ബാധിക്കും. ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. നിങ്ങൾ എടുത്തോ. ഇവിടെ ഇപ്പോൾ 2 പരുന്തുകൾ ഇങ്ങനെ അതേ മുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ പറന്ന് വന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണേ.
ഇതാണ് നമ്മുടെ ദാസപ്പൻ. ദാസപ്പൻ നമ്മുടെ ചേട്ടൻ്റെ സ്വന്തം സാരഥിയാണ്. ദാസപ്പൻ ഇപ്പം ഇവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ദാസപ്പൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുത്തില്ലെങ്കിൽ കഷ്ടമല്ലേ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ദാസപ്പൻ ഇങ്ങനെ ഇവിടെ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. ചേട്ടൻ മൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ മൗണ്ടൊക്കെ മാറ്റി. വെറുതെ നമ്മൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, നമുക്ക് പറ്റില്ല. ചിലർ ചോദിക്കുന്ന കേൾക്കാം, നമ്മൾ വണ്ടികൾക്ക് എന്തിനാണ് ഇങ്ങനെ പേരിടുന്നത്, ബൈക്കിന് ഇങ്ങനെ പേരിട്ടിട്ട് ബൈക്കിനെ ഒരു സംഭവം പോലെ കൊണ്ടു നടക്കുന്നത് എന്തിനാണ്, അതൊരു ജീവനില്ലാത്ത വസ്തുവല്ലേ എന്നൊക്കെ. അങ്ങനെയല്ല, ജീവനില്ലാത്ത വസ്തു തന്നെയാണ്. പക്ഷേ ആ ഒരു വസ്തുവിൻ്റെ മുകളിലാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത്. ഒരു നട്ടൂരി പോയാലോ, ഒന്ന് കാറ്റ് പോയാലോ, ഒന്ന് ബ്രേക്ക് പോയാലോ ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ അതിൻ്റെ പുറത്തിരിക്കുന്ന ആളുടെ ജീവിതം. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് റൈഡേഴ്സ്, ഞാൻ റൈഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാത്തവർക്ക് എന്തും പറയാം. റൈഡേഴ്സ് തീർച്ചയായിട്ടും ബൈക്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ് അവർ പേരുകളൊക്കെ ഇട്ട് കൊണ്ടു നടക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ തണുത്തിങ്ങനെ ഊട്ടിയിലൊക്കെ ചെന്ന ഫീലിൽ തന്നെ നിൽക്കുവാണ്. അത് തന്നെയല്ല, നമുക്ക് കാഞ്ചാരത്ത് കറക്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ 5 മിനിറ്റ് ടണലിലോട്ട്. ടണലിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. കാഞ്ചാറ്റി ഇറങ്ങും, അവിടെ നിന്ന് നേരെ 2 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നമുക്കിനി ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ വിനോചേട്ടൻ ഇടയ്ക്ക് ഇട്ടായിരുന്നു, നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചൊക്കെ പോയില്ലേ? എന്റെ സംഭവം ഇടയ്ക്കെന്ന് പറയും, കുറച്ച് വീഴാൻ മേലായി പോയി. കാരണം മണിത്തിരക്ക് ഭയങ്കര തിരക്കായി ഇടിക്കോ എന്തായാലും ഇച്ചിരി മാറിപ്പോയേക്കാം അല്ലേ? എൻ്റെ ചുമന്ന ഡ്രസ്സൊക്കെ ആണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ചേട്ടൻ വഴി കാണിച്ചു തരുവാണ്. ഞാൻ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എപ്പോഴും ഇവിടെ വരുന്നുണ്ട്, അവർക്ക് വഴി കൃത്യമായിട്ടറിയാം. വിളിച്ചപ്പോൾ നോക്കുന്നു, ഫോട്ടോയ്ക്ക് പോസ് ചെയ്തേക്കുവാണ്. ഹലോ പാവം, അതിന് നിപ്പണ്ട വരുന്നുണ്ട് കേട്ടോ. പാവം, എൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ലേ. അപ്പോൾ മലയുടെ മുകളിലായിട്ട് ഇങ്ങനെ മഞ്ഞ് പെയ്തിറങ്ങുന്ന കാണാൻ സാധിക്കും. നമ്മൾ എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ വീഴുന്നിട്ട് ഈ ഭംഗിയൊന്ന് ആസ്വദിച്ചിട്ട് നേരെ നമ്മൾ നിർമ്മല സിറ്റി പോവാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇതുപോലെ മഴയോ മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ കാണാൻ സാധിക്കും. നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മഴയുള്ളപ്പോഴും മഞ്ഞുള്ളപ്പോഴും ഒരു കാഴ്ചയും, അതില്ലാത്തപ്പം മറ്റൊരു ഫീലുമാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്തവുമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെയൊന്ന് ശ്രമിക്കുക, വൈകുന്നേരമൊക്കെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിർമ്മല സിറ്റി വ്യൂ പോയിന്റിലാണ്. അപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ നല്ല മഴയും കോടയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ കാണിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ബൈക്ക് മുകളിലോട്ട് കയറുന്നില്ല, ബൈക്കിനോട് വെക്കുവാണ്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും ഒട്ടും വിസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ബൈക്കിനോട് വെച്ചിട്ട് മുകളിലോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിടുന്ന വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവരങ്ങ് മുന്നിൽ പോവുകയും ചെയ്തു. വണ്ടി എന്ത് ചെയ്താൽ കയറുന്നില്ല. വണ്ടി ഞാനവിടെ വെച്ചു. അവർ ബൈക്കോടെ ബുള്ളറ്റ് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഞാനവിടെ എൻ്റെ വണ്ടി വെച്ചു. കോടയും കാറ്റും കൂടെ ഒരു രക്ഷയില്ല. അപ്പം നിർമ്മല സിറ്റി വ്യൂ പോയിന്റിലാണ് നമ്മൾ വന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം മൊബൈലിൻ്റെ മുകളിൽ ഞാൻ കൈ വെച്ചേക്കുവാണ്. അത് കാരണം വെള്ളം വീണ് പണിയാകും. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിരിക്കുകയാണ്. അസാധ്യ മഴയായിപ്പോയി, കോടയും ഇറങ്ങി, വ്യൂ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ മഴ നനഞ്ഞൊരു നിപ്പെന്ന് പറഞ്ഞാൽ പൊളിയല്ലേ. വണ്ടി അങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. വണ്ടി സ്ലിപ്പ് കറങ്ങുമോ? ഞാൻ പിന്നെ ഈ ഇതിന് താഴെ വശം വെച്ചു, സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുന്നത്. സൈഡിലായിരിക്കുന്നത്. അത് ഒട്ടും പറ്റുന്നില്ല. ബുള്ളറ്റ് കയറി ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ടേ. പക്ഷെ ബാക്കിലുള്ള ഉണ്ടായിരുന്നേ കയറിപ്പോയനെ. എടുത്തോ? ഒന്നുമില്ല. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തം ഇത് തന്നെ പ്രശ്നം. അങ്ങോട്ടെല്ലാം മഞ്ഞ മൂടോ അതിൽ കിടക്കും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ പോയി നോക്കിയാലും നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. എല്ലാം ഇങ്ങനെ കോട ഇറങ്ങി മഴയും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണേ. തിരിച്ചപ്പോൾ വണ്ടി എടുത്തിട്ട് പോകണം. പോയിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഒരു മഴ വീഡിയോ ആയി അങ്ങ് നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മറ്റൊരാൾ നമ്മുടെ വിനോദ് ചേട്ടൻ്റെ മോനാണ്.
വിനോദ് ചേട്ടന് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മഴയൊക്കെയാണ്, അതുകൊണ്ട് അദ്ദേഹം താഴെ നിന്നു. അവർക്ക് വീണ്ടും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പതുക്കെ ഇവിടെ വാങ്ങുകയാണ്. മഴ ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകൾ ഇനിയും തുടരും. വീണ്ടും സപ്പോർട്ട് തുടരുക. ബൈ.